അടിപൊളി ഫിലിം. എനിക്കും നമ്മൾ ശരിക്കും നല്ല സങ്കടം തോന്നിയിട്ടുണ്ട് ഈ ഫിലിം കണ്ടിട്ട്. എല്ലാവരും വന്ന് കാണണം. നല്ല രക്ഷയില്ല, ആദ്യമൊക്കെ കരഞ്ഞ് ഒരു വിങ്ങൽ വരും. നമുക്ക് അധികം പറയില്ല, വേറെ ആർക്കെങ്കിലും ചോദിച്ചു. അടിപൊളി അഭിനയമായിരുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതിലൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ചേച്ചി തുടക്കം മുതൽ അവസാനം വരെ കരഞ്ഞു. കൊള്ളായിരുന്നു. മ്യൂസിക് കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം. പൃഥ്വിരാജിനെ അടിപൊളി അടിപൊളി അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമ, നല്ല അഭിനയം. എന്തായാലും പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു മാറ്റമായിരിക്കും. നല്ല പൃഥ്വിരാജിൻ്റെ നല്ല രസമുണ്ടാകും. പടം നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ദർ ഈസ് എ ഗുഡ് സ്കോപ്പ് ഫോർ പൃഥ്വിരാജ് ടു ഗെറ്റ് ഇൻ ടു ബെസ്റ്റ് ആക്ടർ. ഇൻ ഫാക്ട് ദിസ് മൂവി ക്യാൻ ഈവൻ ഗോ ടു ഓസ്കാർ ഇറ്റ്സെൽഫ്. എന്താണെന്ന് വെച്ചാൽ മെയിൻലി NRIs അവർ ഏർലി പീരീഡിലെ NRIs അവർ കഷ്ടപ്പെട്ടതും അവരെ പുറം നാടുകളിൽ പോയി അവരുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മസ്റ്റ് സീ മൂവി. നോവല് പണ്ട് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ടോട്ടലി എ മസ്റ്റ് സീ മൂവി. കരയുന്ന മാതിരി തന്നെയാണ് ഉള്ളത്, കാരണം ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ലീവ് ദ കറൻറ്റ് ജനറേഷൻ ഓൾസോ ഷുഡ് സീ ദാറ്റ് മൂവി. എന്താണെന്ന് വെച്ചാൽ ഏർലിയർ പീരീഡിൽ ഇപ്പോൾ നമുക്ക് ഗൾഫിൽ ഇന്ത്യൻ ഡയസ്പോറ കുറേ രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിന് മുന്നേ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ എന്താണെന്നുള്ളത് ബ്ലെസ്സി ഹാസ് റിയലി ഷോൺ ടു അസ്. ഇറ്റ് ഈസ് മോർ റിയലിസ്റ്റിക്, ഐ ഷുഡ് സേ. അമേസിംഗ് എന്ന് പറയുമ്പോൾ ഇത് മോർ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതല്ല. ഇറ്റ് ഈസ് വെരി റിയലിസ്റ്റിക് ആൻഡ് ഇച്ചിരി സീരിയസ് മൂവിയാണ്. കൊള്ളാം, കൊള്ളാം. സെൻറ്റിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അതാ ഒരു കഷ്ടം. യഥാർത്ഥ സംഭവമാണ്. കുറച്ച് എന്താണ് കണ്ടുകൊണ്ടിരിക്കാൻ പ്രയാസം തോന്നുന്ന പടം. പ്രശ്നമാണ്, അതൊന്നും പറയാനില്ല. സൂപ്പർ, നല്ലായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കരമായിട്ട് കരയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഐ വാസ് സോ ഇൻവെസ്റ്റഡ് ഇൻ ദ മൂവി ദാറ്റ് ഐ ഫോർഗോട്ട് ടു ക്രൈ. ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. പൃഥ്വിരാജ് അവർകളെയും ബ്ലെസ്സി, സംവിധായകൻ ബ്ലെസ്സിയെയും അദ്ദേഹത്തിൻ്റെ എൻ്റയർലി ഓൾ ടീം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ നിലവിലുള്ള ആക്ടേഴ്സിൽ ഒരു വ്യത്യസ്ത മുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ കലാജീവിതം മുന്നോട്ട് ഉയരട്ടെ, ശ്രീ പൃഥ്വിരാജിൻ്റെ ജീവിതം മുന്നോട്ട് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഒരു അസറ്റായ ഒരു കളർഫുൾ ഫിലിമാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം. ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും പച്ചയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെട്ട ഒരു ചിത്രം. ഇതെല്ലാവരും കണ്ടിരിക്കണം. പുതിയ ജനറേഷൻ എസ്പെഷ്യലി കഷ്ടപ്പാട് എന്തെന്നറിയാത്ത യുവതലമുറയ്ക്ക് വേണ്ടി ശ്രീ ബ്ലെസ്സി നിർമ്മിച്ച ഈ ചിത്രത്തിന് എന്തുകൊണ്ടും അപ്രീസിയേഷൻ. സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. വായിച്ചിട്ടുണ്ട്, എല്ലാവരും വന്ന് കാണുക, അത്രേ പറയുള്ളൂ. നല്ല പടം, നല്ല പടം, എല്ലാവരും കാണേണ്ട പടമാണ്. നല്ല പടം, കാണാനുള്ള പടമാണ്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് പിന്നെ എല്ലാം നല്ല പടമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. വൈറൽ സ്റ്റോറിയാണ് പറയുന്നത്. പൃഥ്വിരാജ് വേറെ ലെവലാണ്. നോവൽ വായിച്ചിട്ടില്ല, മൂവി നല്ല മൂവിയാണ്. കൂടുതലൊന്നും പറയാനില്ല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോഗ്രാഫി, അഭിനയം കൊള്ളാം. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം. മൂവി വാസ് ഗുഡ്, നല്ലതായിരുന്നു. പിന്നെ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, അപ്പോൾ ഇത് വേറെ തന്നെ ഒരു ഇമോഷനിൽ ആണ് പോയത്. ബുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ വേറെ ഇമാജിനേഷനിൽ പോകും. ആക്ടിങ് നന്നായിട്ടുണ്ട്. പൃഥ്വിരാജ് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.